കഴിഞ്ഞ വർഷം റിപ്പബ്ലിക് ദിനത്തിൽ പ്രതിപക്ഷ പാർട്ടിയുടെ അധ്യക്ഷനായിരുന്ന രാഹുൽ ഗാന്ധി പരേഡ് വീക്ഷിച്ചത് 6ാം നിരയിൽ ഇരുന്നുകൊണ്ടാണ്. എന്നാൽ അന്ന് 6ാമത്തെ വരിയിൽ ഇരിക്കേണ്ടി വന്ന രാഹുൽ ഗാന്ധിക്ക് ഇത്തവണ 1ാം നിരയിൽ ഇരിപ്പിടം. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ സീറ്റിന് തൊട്ടപ്പുറമായിരുന്നു രാഹുലിന്റെ ഇരിപ്പിടം. ദേശീയ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഉയർച്ചയെ ബിജെപിയും അംഗീകരിച്ചു തുടങ്ങിയെന്നതിന് തെളിവാണിത്. ഇത്തവണ രാഹുലിന്റെ ഇരിപ്പിടത്തിന് 3 സീറ്റുകൾക്കപ്പുറത്ത് അമിത്ഷായും ഉണ്ടായിരുന്നു. കോൺഗ്രസ് അധ്യക്ഷ പദവിയിലെത്തി 1 മാസം മാത്രം പിന്നിട്ടപ്പോഴായിരുന്നു കഴിഞ്ഞ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷം നടക്കുന്നത്. സോണിയാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷയായിരുന്നപ്പോൾ മുൻനിരയിൽ തന്നെ ഇരുന്നാണ് ചടങ്ങ് വീക്ഷിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം രാഹുലിന് സീറ്റ് നൽകിയതാകട്ടെ 6ാം നിരയിൽ. ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ, LK അദ്വാനി എന്നിവർക്ക് 1ാം നിരയിൽ തന്നെ ഇരിപ്പിടം നൽകിയപ്പോഴാണ് രാഹുലിനെ 6ാം നിരയിലേക്ക് തഴഞ്ഞത്. കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഇതിനെതിരെ വലിയ വിമർശനമാണ് ഉയർത്തിയത്. അഹങ്കാരികളായ ഭരണാധികാരികൾ രാഹുൽ ഗാന്ധിയെ അപമാനിച്ചുവെന്ന് കോൺഗ്രസ് ട്വീറ്റ് ചെയ്തു. എന്നാൽ സംഭവം വിവാദമാക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായിരുന്നില്ല. എവിടെയിരിക്കുന്നുവെന്നതല്ല, ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നതാണ് പ്രധാനമെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. എന്നാൽ 1ാം നിരയിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് സമീപത്തായിരുന്നു രാഹുൽ ഇത്തവണ ചടങ്ങ് വീക്ഷിച്ചത്. 3 സീറ്റുകൾക്കപ്പുറം ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷായും ഉണ്ടായിരുന്നു. ഇത് കോൺഗ്രസ് മാതൃക. രാഹുൽ ഗാന്ധിയെ 6ാം നിരയിലേക്ക് പിന്തള്ളിയ ബിജെപിക്ക് മറുപടി അവസരം ലഭിച്ചിട്ടും തികഞ്ഞ രാഷ്ട്രീയ മര്യാദകൾ പാലിച്ച് മധുര പ്രതികാരം ചെയ്യുകയായിരുന്നു കോൺഗ്രസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ സംസ്ഥാനത്തെ മുൻ മുഖ്യമന്ത്രിമാർ അടക്കമുള്ള ബിജെപി നേതാക്കൾക്ക് മികച്ച സ്വീകരണമാണ് കോൺഗ്രസ് നൽകിയത്. രാജസ്ഥാനിലെ സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയ വസുന്ധര രാജെ സിന്ധ്യയ്ക്ക് മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശക്തനായ എതിരാളിയായി രാഹുൽ മാറിയിരിക്കുന്നുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 2014 അടിതെറ്റിയ കോൺഗ്രസിന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ശക്തമായ തിരിച്ചുവരവുണ്ടാകുമെന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. 1 വർഷത്തിനുള്ളിൽ രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി മോദിയേക്കാൾ ഉയർന്നുവെന്നാണ് സർവേ റിപ്പോർട്ടുകൾ പറയുന്നത്. റിപ്പബ്ലിക് ചടങ്ങ് പുരോഗമിക്കുന്നതിനിടയിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും രാഹുൽ ഗാന്ധിയും സൗഹൃദ സംഭാഷണത്തിലായിരുന്നു. ചടങ്ങ് തുടങ്ങിയത് മുതൽ ഇരുവരും തമ്മിൽ സംസാരമായിരുന്നു. അടുത്തിടെ പാർട്ടി നേതൃത്വത്തെ വിമർശിക്കുന്ന തരത്തിൽ ഗഡ്കരി ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. കോൺഗ്രസ് നേതാക്കളെ പരസ്യമായി പ്രശംസിക്കുന്നതിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ നിതിൻ ഗഡ്കരിക്കെതിരെ വിമർശനം ഉയരുന്നുണ്ട്. പ്രധാനമന്ത്രി മോദിക്ക് പകരം നിതിൻ ഗഡ്കരിയെ അടുത്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയങ്ങളുടെ ഉത്തരവാദിത്തം നേതൃത്വത്തിനാണെന്ന പ്രസ്താവനയും ഇന്ദിരാഗാന്ധിയെയും ജവഹർലാൽ നെഹ്റുവിനെയും പ്രശംസിച്ച് നടത്തിയ പ്രസംഗങ്ങളും ഗഡ്കരിക്കെതിരായ പാർട്ടി നേതാക്കളുടെ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. അടുത്തിടെ മറാത്ത സംവരണ വിഷയത്തിൽ സർക്കാർ നിലപാടിനെ ചോദ്യം ചെയ്ത് ഗഡ്കരി രംഗത്തെത്തിയിരുന്നു. മറാത്ത സംവരണം നടപ്പിലാക്കിയാലും അവർക്ക് നൽകാൻ തൊഴിൽ എവിടെയെന്നായിരുന്നു ഗഡ്കരിയുടെ ചോദ്യം. രാജ്യത്ത് തൊഴിലവസരങ്ങൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം തുറന്നു സമ്മതിച്ചു. ഗഡ്കരിയുടെ തുറന്നു പറച്ചിലിനെ അഭിനന്ദിച്ച് രാഹുൽ ഗാന്ധിയും രംഗത്തെത്തിയിരുന്നു. രാജ്യത്തെ ജനങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യമാണിതെന്നും ബിജെപി മന്ത്രിയായിരിക്കെ സത്യം തുറന്നു പറഞ്ഞതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.